അങ്ങനെ നമ്മൾ ദുബായ് ട്രിപ്പിൻ്റെ 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിരാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഫോർച്യൂൺ പ്ലാസയിലുള്ള നമ്മുടെ റൂമിൻ്റെ വിൻഡോയിലൂടെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു നല്ല വ്യൂ ആണിത്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. ഒരുപാട് എക്സ്പെക്റ്റേഷനുള്ള ദിവസമാണിന്ന്. ഇന്നാണ് നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായ, ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ കാണാൻ പോകുന്നത്. വലിയ കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണ്, കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഏരിയ എല്ലാം കാണാൻ സാധിക്കും. സോ അതിനുവേണ്ടി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ദുബായ് മോളില്. സോ ദുബായ് മോളും ബുർജ് ഖലീഫയും ആക്ച്വലി ഇന്റർ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും ഒരൊറ്റ ക്ലിക്ക് ഓൺ ചെയ്തിരിക്കുന്നത് ഇമാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ ഈ ബുർജ് ഖലീഫയുടെ 124-ാമത്തെ 125-ാമത്തെ നിലയിൽ നിന്നും ഈ ഒബ്സർവേഷൻ അങ്ങോട്ട് പോകാനുള്ള എൻട്രൻസ് ആക്ച്വലി അത് വെച്ചിരിക്കുന്നത് ദുബായ് മോളിലാണ്. കാരണം ഇത്രയധികം ആൾക്കാർ 14,000 മുതൽ 15,000 ദുബായ് എയർപോർട്ടിൻ്റെ അടുത്തുകൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു നല്ല വ്യൂ എനിക്ക് കിട്ടി. ഇതാണ് ദുബായ് എയർപോർട്ട്. ഇവിടെ നിന്നും വളരെ ദൂരെയായി നമുക്ക് കാണാം ബുർജ് ഖലീഫ. ദൂരത്തു നിന്ന് തന്നെ കാണുമ്പോൾ മനസ്സ് നിറയുന്ന അതിൻ്റെ ഒരു ഭംഗി. 828 മീറ്റർ ഉയരത്തിൽ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അത്ഭുതമാണിത്. ലൈനിൽ നിൽക്കണം. അതിനുശേഷം ടിക്കറ്റ് സ്കാൻ ചെയ്തതിനു ശേഷം സെക്യൂരിറ്റി ചെക്കിംഗ്. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ സന്ദർശിക്കാനുള്ള പ്ലേസിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയുടെ 126-ാം നില വരെ പോകാനുള്ള ഒരു ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.